അദ്ദേഹത്തെ കേസിൽ കുടുക്കിക്കൊണ്ട്, അദ്ദേഹത്തെ മാനനഷ്ട കേസിൽ കുടുക്കിക്കൊണ്ട് ആ പത്രത്തിന്റെ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിച്ചു. അവിടെ നിന്നാണ് പിന്നീട് ഇന്ത്യയിലെ മറ്റു പത്രങ്ങളുടെ ഒക്കെ തന്നെ ചരിത്രം ആരംഭിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മൂലധനത്തിന്റെ താല്പര്യങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു വർഗ വിഭജിത സമൂഹത്തിലെ പത്രങ്ങൾക്ക് സാധ്യമല്ല. അത് പത്രങ്ങൾ മാത്രം വിശുദ്ധ പശുവായിരിക്കണം എന്ന് പറയുന്നതിനകത്തും ഒരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനൊരു 35 വർഷമായി പത്ര മേഖലയിൽ നിലനിൽക്കുന്ന ആളായതുകൊണ്ട് അതിന്റെ കൂടി അനുഭവത്തിൽ പറയുകയാണ്. പത്രങ്ങൾ മാത്രമാണ് സത്യം പറയേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, പത്രം എന്ന് പറയുന്നത് 4ാം തൂണാണ്. ഈ 4ാം തൂണിന് മുന്നേ നമുക്ക് 3 തൂണുകളുണ്ടല്ലോ. അത് പാർലമെന്റും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുമാണ്. ഈ സംഭവങ്ങൾ സത്യസന്ധത പുലർത്തേണ്ടതില്ലേ? പാർലമെന്റും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും സത്യസന്ധത പുലർത്താത്ത ഒരു സമൂഹത്തിനകത്ത് ഈ മാധ്യമങ്ങൾക്ക് മാത്രമായി സത്യസന്ധമായി നിലനിൽക്കാൻ കഴിയുമോ എന്നതൊരു പ്രസക്തമായ ഒരു വലിയ ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യ അറിയാം, ഇന്ത്യയിലെ അനുഭവം നമ്മൾ അറിയാം. ഇന്ത്യയിലെ ജുഡീഷ്യറി പോലുള്ള സംവിധാനങ്ങൾ പോലും ഇവിടെ മാനനഷ്ട കേസിനെ മാത്രമല്ല, ഇവിടെ EDA ഉപയോഗിച്ചുകൊണ്ട് പത്രമാധ്യമ സ്ഥാപനങ്ങളിൽ നടത്തുന്ന റെയ്ഡുകളെ പോലും നിരന്തരമായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിനകത്ത് ഒരു മാധ്യമത്തിന് എത്ര കണ്ട് സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.